രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഉരുകുകയാണ്. കഴിഞ്ഞ 2 ദിവസമായി മറ്റിടങ്ങളിലേതുപോലെ തന്നെ കൊച്ചിയിലും കനത്ത വെയിലാണ്. വെയില എൻ്റെ പിന്നെ പൊള്ളണ. ഭയങ്കര വെയിലല്ലേ? ഭയങ്കര വെയിലാണ്. ഒന്ന് തള്ളാറ് ഇവിടെ വന്നിരിക്കണം. നല്ല ചൂടാണ്. ആകെ ടയേർഡായി പോകുന്ന അവസ്ഥയാണ്. ആളുകളൊക്കെ വെയിലായിട്ട് ഓടിപ്പോണാണ്. ഈ കുടയൊക്കെ വെച്ചാക്കണാണ് ആളിങ്ങനെ നിൽക്കണാണ്. അല്ലെങ്കിൽ ആള് എവിടെയെങ്കിലൊക്കെ പോയി തള്ളത്ത് വെള്ളം കുടിച്ചോണ്ടിരിക്കണം. പകല് ആൾ കുറവാണ്, വൈകിട്ടാണ് കച്ചവടം. പകലെന്ന് വെച്ചാൽ തീരെ ആളില്ല. ചൂട് കാരണം ആൾ ഇറങ്ങുന്നില്ല. സ്ഥിരം ജോലിക്കുള്ള ആൾക്കാരൊക്കെ പോകുന്നുണ്ട്. അവർ തിരിച്ച് വൈകിട്ട് വരുമ്പോൾ എന്തെങ്കിലും മേടിച്ചിട്ട് പോകും. കടുത്ത വെയിലിൽ പുറത്തിറങ്ങാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അഥവാ പുറത്തിറങ്ങുകയാണെങ്കിൽ ചൂടിനെ പ്രതിരോധിക്കാൻ വേണ്ട തൊപ്പിയോ കുടയോ മറ്റും കയ്യിൽ കരുതുക. അതുപോലെ തന്നെ പ്രധാനമാണ് ശരീരത്തിലെ ജലാംശം നിലനിർത്തുക എന്നുള്ളത്. ഇത്തരം കടകളൊക്കെയാണ് അതിനൊരു ആശ്വാസമായിട്ടുള്ളത്. ചേട്ടൻ എങ്ങനെയുണ്ട് ഇതുകൊണ്ട്? ഇപ്പോൾ ഭയങ്കര ചൂടാണ്. കച്ചവടം നല്ല രീതിയിൽ നടക്കുന്നു. നമുക്ക് തണ്ണിമത്തൻ ജ്യൂസ് ഉണ്ട്, പിന്നെ മാംഗോ ഉണ്ട്, ഫ്രൂട്ട് സലാഡ് ഉണ്ട്, പിന്നെ മറ്റേ കോള, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നല്ല ഇത് തന്നെയാണ്. നമുക്ക് ആരോഗ്യത്തിന് നല്ല വെയിലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കടകളാണ് നമുക്ക് ഒരു ചെറിയൊരു ആശ്വാസം കിട്ടുന്നത്. കാര്യം കുറച്ച് കൂളിങ് നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ടയർഡായി പോകും. ചുട്ടുപൊള്ളുന്ന വെയിലിൽ ഈ നഗരത്തിലൂടെ ഇങ്ങനെ പോകുമ്പോൾ കണ്ട കാഴ്ചയാണ് എറണാകുളം ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ ഒരു ചേച്ചി നിന്ന് ഇങ്ങനെ പുല്ലൊക്കെ നനയ്ക്കുന്നുണ്ട്. ചേച്ചി ഇത് എന്നും ചെയ്യുന്നതാണോ? ചേച്ചി എന്നും ചെയ്യണേ. 10-26 കൊല്ലമായി ഇപ്പോൾ ചെയ്യണത്. ഇപ്പോൾ ഇത്തവണ വലിയ വെയിലല്ലേ? ഭയങ്കര വെയിലായി. വെയിലത്ത് നിന്ന് അനക്കാൻ പറ്റണില്ല. ഭയങ്കര ചൂടാണ്. എത്ര മണി വരെ ചെയ്യും? 12 മണി വരെ. ചൂട് കാരണം പുല്ലൊക്കെ കരിഞ്ഞോണ്ടിരിക്കും. നനച്ചിട്ടും രക്ഷയില്ല. ഞങ്ങളുടെ സമയം ഞങ്ങൾ ഇപ്പോൾ 11 മണിക്ക് പോകത്തക്കണോ ഞങ്ങൾ ചോദിക്കാതിരിക്കണേ. പിന്നെ എന്ത് ചെയ്യാം, ഇവിടെ വയറ്റപ്പഴപ്പല്ലേ. അവരുടെ കാര്യമാണ് പറഞ്ഞത്. എന്ത് വന്നാലും നമുക്ക് നമ്മുടെ അന്നം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അപ്പോൾ അവരാ ജോലി ചെയ്യുന്നു. പക്ഷേ ഇങ്ങനെ നനച്ചിട്ട് പോലും വെയിലിൻ്റെ കാഠിന്യം കൊണ്ട് പുല്ലിനെ അത് കാര്യമായി തന്നെ ബാധിക്കുന്നു എന്നുള്ളതാണ് ഇവരും പറയുന്നത്. ജീവനുള്ള എല്ലാത്തിനെയും ചൂട് ബാധിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ ദൃശ്യങ്ങൾ. അതുകൊണ്ട് തന്നെ ചെറുതെങ്കിലും ലഭിക്കുന്ന ചെറിയ തണലിലും തണുപ്പിലും ആശ്വാസം കണ്ടെത്തുകയാണ് ഓരോരുത്തരും. ബിനു പാമ്പയ്ക്കൊപ്പം വിഷ്ണുപ്രകാശ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.